ട്രക്ക് ചെയ്യുന്നതിനിടയ്ക്ക് കരടിയുടെ മുന്നിൽ പെട്ടിട്ടുണ്ട്. കരടിയാണ് ആക്ച്വലി എല്ലാവരും പറയുന്ന പ്രകാരം ഏറ്റവും ഡേഞ്ചർ. ഓ പ്രത്യേകിച്ച് നമ്മൾ നടന്നു പോകുമ്പോൾ കാട്ടിൽ. സഫാരി പോകുമ്പോൾ വ്യത്യാസമാണ്, ട്രക്കിംഗ് ചെയ്യുമ്പം വേറൊരു ഇതാണ്. കാരണം നമ്മൾ ഓൺ ദ ഫുട്ട് അവരുടെ അവസ്ഥയിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് കരടി നടക്കുമ്പോഴൊക്കെ കാണുന്നത് ഭയങ്കര റിസ്ക് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഗ്രൂപ്പായിരുന്നു, ഒരു 5-6 പേരുടെ ഗ്രൂപ്പായിരുന്നു ട്രക്ക് ചെയ്തത്. ഞങ്ങളെ കണ്ടു, ഒരു വളരെ ക്ലോസ് ആയിട്ടാണ് കണ്ടത്. കാരണം കാട്ടിനടക്കുന്ന കരടി പൊതുവേ ഇതുപോലെ വളരെ ശ്രദ്ധയില്ലാത്തൊരു ആനിമലാണ്. അതിങ്ങനെ മണത്ത് മാന്തിയൊക്കെ അങ്ങനെ നടക്കും, ശ്രദ്ധിക്കില്ല. ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, കടുവ നമ്മളെ കണ്ടാൽ ചിലപ്പോൾ ആക്രമിക്കും, കടുവ ഡേഞ്ചർ ആണ്, പുലി ഡേഞ്ചർ ആണെന്ന്. പക്ഷെ കടുവയും പുലിയൊന്നും ഡേഞ്ചർ അല്ല. കാട്ടില് നമ്മൾ പോകുമ്പോ കരടി, ആന, ഇവർ രണ്ടുപേരുമാണ് ഡേഞ്ചർ. ഇതിൽ കരടിയുടെ പ്രശ്നം ഒരു കിളി പോയ സാധനമാണ്. അതിങ്ങനെ നോക്കി ഇങ്ങനെ ഒക്കെ നോക്കി വരും, നമ്മൾ മുമ്പിലുള്ളത് അറിയില്ല, തൊട്ടടുത്തെത്തിയിട്ടായിരിക്കും അറിയാം. അപ്പൊ നമ്മൾ എണീറ്റ് നിൽക്കുമല്ലേ, അപ്പോ കരടിയുടെ വിചാരം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നാണ്. ഒന്നെങ്കിൽ അതിന് ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ നമ്മള് അറ്റാക്ക് ചെയ്യും, ചിലപ്പോൾ അത് ഓടിപ്പോവും, രണ്ടും സംഭവിക്കാം. അപ്പൊ നമ്മൾ കരടിയെ കണ്ടാൽ നമ്മളൊരു ഡിസ്റ്റൻസ് മാറി നിൽക്കുക, അതതിന്റെ വഴിക്ക് പോയിക്കോളും. അതിന് കാഴ്ചശക്തി കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡിസ്റ്റൻസിൽ മാറി നിന്നാൽ അതതിന്റെ വഴിക്ക് പോകും. ഞങ്ങളുടെ കേസിൽ ഈ കരടി ഫ്രണ്ടിൽ കണ്ടു. അപ്പം ഞങ്ങളും പാനിക്കായി, അതുപോലെ കരടിയും പേടിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഗാർഡ്, ചില ഗാർഡുകളിൽ പെരിയാറിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഗൺ തോപ്പൊക്കെ ആയിട്ട് ആൾ കൂടെ ഉണ്ടാവും, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ കൂടെ ഉണ്ടാവും. അപ്പോൾ പുള്ളി പെട്ടെന്ന് തന്നെ തോക്ക് ലോഡ് ചെയ്തു. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല, അപ്പോഴത്തേക്കും കരടി ഓടിക്കളഞ്ഞു. അപ്പം കരടി മാറി. പക്ഷെ എല്ലാ കേസിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല, ചിലപ്പോൾ ചാർജ് ചെയ്യാറുണ്ട്. പിന്നെ അത് ഓരോ ആനിമൽസിന്റെയും ജനറിക് ആയിട്ട് ഒരു ബിഹേവിയർ ഉണ്ടെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് വരുമ്പോഴത്തേക്കും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. തലതിരിഞ്ഞ ആൾക്കാരുണ്ടല്ലോ എന്ന് മൃഗങ്ങളിലും ഉണ്ടാവാം. ചിലപ്പോൾ ചിലത് ചാർജ് ചെയ്യും, ചിലത് ഓടി രക്ഷപ്പെടും. പൊതുവെ ആനിമൽസിന്റെ ഒരു ഇൻസ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ അടുത്ത് മാറുക എന്നുള്ളത് തന്നെയാണ്. അറ്റാക്ക് ചെയ്യുന്നത് വളരെ റയർ കേസുകളാണ്. ഇതിപ്പോ ഞങ്ങൾക്ക് ഭയങ്കര എപ്പോഴും അപകടകാരിയായിട്ടുള്ള മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ സിംഹവും പുലിയും മാത്രമേ ഉണ്ടാവും. ഇപ്പൊ കരടി അതിലുണ്ട്, ആനയുണ്ട്. ഇപ്പൊ ഇവരെക്കാട്ടും അപകടകാരിയാണ് ഈ രണ്ടുപേര്. തീർച്ചയായിട്ടും അവര് അപകടകാരികളല്ല ശരിക്കും. ടൈഗറും പുലിയൊക്കെ ശരിക്കും ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്, നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ്. അത് ഒന്നും നോർമൽ കേസിൽ കടുവയും പുലിയൊന്നും മനുഷ്യനെ അറ്റാക്ക് ചെയ്യില്ല. അവര് ഒന്നാമത് മനുഷ്യൻ ഇവരുടെ ഇരയല്ല, രണ്ടാമത് ഇവർക്ക് മനുഷ്യരെ പേടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാടുകളിലൊക്കെ പോകുമ്പോൾ. ഇര പിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴോ, അതായത് വിശന്ന് വല്ലാതിരിക്കുമ്പോഴോ, മുറിവേറ്റിരിക്കുമ്പോഴൊക്കെ ശരിക്കും വലിയ കാട്ടുപോത്തുകളെയൊക്കെ പിടിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഇരകളെ പിടിക്കാൻ പാടായിരിക്കും. കടുവയും പുലിയൊക്കെ വളരെ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്ന ജീവികളാണ്. അപ്പം വളരെ കഷ്ടപ്പെട്ടാണ് അതുങ്ങൾ ഇര പിടിക്കുന്നത്. അപ്പം അങ്ങനെ പിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നിങ്ങൾ എളുപ്പത്തിൽ കിട്ടുന്ന ആനിമൽസിലേക്കോ അല്ലെങ്കിൽ വേറെ ഭക്ഷണത്തിലേക്കോ ശ്രദ്ധ തിരിക്കുന്നത്. അപ്പം മനുഷ്യനൊക്കെ വളരെ, കടുവയൊക്കെ സംബന്ധിച്ച് വളരെ ഈസി ഒരു പ്രയാണ്. കാരണം 1000-1500 കിലോ ഉള്ള കാട്ടുപോത്തുള്ള വൈൽഡ് ഗൗറിനെയൊക്കെ ഇത് പിടിക്കുന്ന സമയത്ത് 100 കിലോ അല്ലെ 50 കിലോ ഉള്ള മനുഷ്യന് അവർക്ക് ഒരു ഏരിയയല്ല, വളരെ ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് ഇത് കൂടുതലും അറ്റാക്ക് ചെയ്യുന്ന കേസുകൾ ഉണ്ടാവാറുള്ളത്. ഈ വൈൽഡ് ഗൗർ പറയുമ്പോഴാണ് കാട്ടുപോത്തുന്നാണ് വിപിൻ ചേട്ടൻ പറയാ, കാട്ടീന്നാണ്. ശരിക്കും എങ്ങനെ ഇത് ശരിക്കും എന്താ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഒരു മത്സരം അവിടെ ഉണ്ട്. കാട്ടുപോത്തെന്ന് പറയുന്നവരുണ്ട്, അല്ല കാട്ടീന്ന് വിളിക്കുന്നുണ്ട്. ഇതിനാണ് ശരിക്കും എന്താ അതിന്റെ ഒരു കാര്യം എന്താ? കോളിഞ്ചേട്ടനാണ് കാട്ടി. എനിക്ക് മലപ്പുറമായി ഏരിയയിലൊക്കെ കാട്ടീന്ന് വിളിക്കുന്നവരുണ്ട്, കാട്ടുപോത്തെന്ന് വിളിക്കുന്നവരുണ്ട്. ശരിക്കും എന്താ വിളിക്കേണ്ടത് നമ്മള്? ശരിക്കും നമ്മളെ പണ്ട് മുതലേ പഠിപ്പിച്ചു വന്നത് കാട്ടുപോത്ത് എന്ന് തന്നെയാണ്. വൈൽഡ് ഗൗറിനെ കാട്ടുപോത്ത് എന്ന് പഠിപ്പിച്ചു വന്നു. അതിലൊരു മിസ്റ്റേക്ക് ഉള്ളത്, നമുക്ക് നാട്ടിലുള്ള പോത്ത്, അതായത് ബഫല്ലോ, നമ്മുടെ നാട്ടിലുള്ള വാട്ടർ ബഫല്ലോയെ നമ്മൾ പോത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വൈൽഡ് വാട്ടർ ബഫല്ലോയെ കാട്ടുപോത്ത് എന്ന് പറയണം. പക്ഷെ നമ്മുടെ നാട്ടില് വൈൽഡ് വാട്ടർ ബഫല്ലോ ഇല്ല. ആസാം ഏരിയയിലും അതുപോലെ തമിഴ്നാട്ടിലെ ചില ഫോറസ്റ്റില്, ഇപ്പൊ കലക്കാട് നാഷണൽ പാർക്കില്, പിന്നെ അതുപോലെ ചില ഏരിയകളിൽ ഉണ്ടെന്ന് പറയുന്നു. കേരളത്തിലും പണ്ട് മുതൽ ചില കാടുകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള തെളിവൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാടുകളിലില്ല, നാച്ചുറലി നമ്മുടെ കാടുകളിലില്ല. അപ്പൊ നമ്മുടെ കാടുകളിലുള്ള സാധനം വൈൽഡ് ഗൗറാണ്. വൈൽഡ് ഗൗർ ഈ ബഫല്ലോയുടെ ഇനത്തിൽപ്പെട്ട ജീവിയല്ല. അപ്പൊ ഇതിനെ തൽക്കാലം കാണാനൊരു പോത്തിന്റെ ലുക്കൊക്കെ ഉണ്ട്, എന്നാ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ കാട്ടുപോത്ത് നമ്മൾ പണ്ട് മുതലേ വിളിച്ചു വന്നു. പക്ഷെ ശരിക്കുള്ള കാട്ടുപോത്ത് എന്ന് പറയുന്ന വൈൽഡ് വാട്ടർ ബഫല്ലോ ആസാം ഏരിയകളിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കാട്ടി പക്ഷക്കാർ പറയുമ്പോ അവിടെ ഉള്ളതിനെ കാട്ടുപോത്ത് എന്നും ഇവിടെ ഉള്ളതിനെ പിന്നെ വേറൊരു പേര് വിളിക്കണമല്ലോ. കാട്ടി എന്ന് വിളിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ പിന്നെ പൊതുവെ മലബാർ ഏരിയയിലും അതുപോലെ പാലക്കാട് ചില ഏരിയകളിലുണ്ട്, തിരുവനന്തപുരത്തും അങ്ങനെ കോമൺ ആയിട്ട് വിളിച്ചു വന്ന ഒരു പേര് കാട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്താ കാട്ടി കിടക്കട്ടെ വിചാരിച്ചു. എനിക്കതിന് എതിർപ്പൊന്നുമില്ല. ആകെയുള്ള ഒരു പ്രശ്നം
മലയാളത്തിൽ നമ്മൾ പണ്ട് മുതൽ വിളിച്ചു വന്ന പേരുകളാണ് കാട്ടുപോത്ത്. അപ്പം വേറൊരു പേര് വിളിച്ചതിനെ കൺഫ്യൂഷൻ ആക്കണ്ട. കാട്ടുപോത്ത് കേൾക്കുമ്പോൾ മലയാളികളുടെ അല്ലെങ്കിൽ ഒരു വിധപ്പെട്ട ആൾക്കാരുടെ ഒക്കെ മനസ്സിൽ വരുന്ന ജീവി ഈ വൈൽഡ് ഗൗർ തന്നെയാണ്. അപ്പൊ അത് പോത്ത് വർഗ്ഗം അല്ല എന്നുള്ളതിൽ എനിക്കും തർക്കമൊന്നുമില്ല. പക്ഷെ കാട്ടുപോത്ത് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് വരയൻ പുലി എന്ന് കടുവയെ വിളിക്കാറുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് കഴുതപ്പുലി, ഹൈനെ പറയാറുണ്ട്. അതുപോലെ നീർനായ, അങ്ങനെ മുള്ളൻ പന്നി, ഇങ്ങനെ വിളിക്കുന്ന ജീവികൾക്കൊന്നും ആ പേരുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ മലയാളത്തിലെ പേരുകൾ പൊതുവെ അങ്ങനെയാണ്. അപ്പൊ കറക്റ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഒരുപാട് കറക്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ടും പണ്ട് മുതലേ വിളിച്ചു വരുന്നതും മലയാളത്തിലെ ഒഫീഷ്യൽ, ഇപ്പം നമ്മുടെ ഒഫീഷ്യൽ രേഖകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റ് റെക്കോർഡ്സിലും അതുപോലെ ലീഗൽ ഈ വൈൽഡ് ലൈഫ് അറ്റാക്ക് അങ്ങനെയുള്ള വരുന്ന കേസുകളിലൊക്കെ വരുമ്പോൾ എല്ലായിടത്തും റെഫർ ചെയ്യുന്ന ഈ കാട്ടുപോത്ത് എന്നുള്ള പേരായതുകൊണ്ട് അത് മാറ്റുന്നില്ല എന്നുള്ളൂ എനിക്ക് അഭിപ്രായം. പിന്നെ കാട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളം വാക്കല്ല താനും. അതൊരു പ്രാദേശികമായിട്ട് വിളിക്കുന്ന കന്നഡ സൈഡിലേക്കും അല്ലെങ്കിൽ ചില ട്രൈബൽസ് ഒക്കെ വിളിച്ചു പോന്നിരുന്ന ഒരു പേരാണ്. അതിനെ എന്തുകൊണ്ട് നമ്മളിപ്പം മലയാളത്തിലേക്ക് അങ്ങനെ ഒരു പേരുമാറ്റം വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഇത്. പിന്നെ അസമിൽ കാണുന്നതിനെ നമ്മള് വാട്ടർ ബഫല്ലോ എന്ന് വിളിച്ചു. ആഫ്രിക്കയിൽ കാണുന്ന സീബ്രനെ നമുക്ക് സീബ്ര എന്ന് തന്നെയല്ലേ പൊതുവെ എല്ലാവരും പറയാറ്. പറഞ്ഞ പോലെ ഇതിനെ വാട്ടർ ബഫല്ലോ എന്ന് വിളിച്ചാൽ തീരാവുന്ന കൺഫ്യൂഷനേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ എപ്പോ കണ്ടാലും ഇങ്ങനെ ഒരു തർക്കം വരാറുണ്ട്. ശരിക്കും ഇല്ലേ, ഇപ്പൊ ഉൾക്കാടുകളിലേക്ക് ട്രക്കിംഗ് പോകുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്ര ദിവസം യാത്ര തുടങ്ങി ഇത്ര ദിവസത്തിലുള്ള യാത്ര തിരിച്ചു വരണം എന്നൊരു പ്ലാൻ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവാറുണ്ടോ? ശരിക്കും ട്രക്കിങ്ങിന് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയപരിധി ദിവസം അത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നതാണോ? അതൊരു തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി നമ്മൾ ഇല്ലീഗലായിട്ട് കാട് കയറുന്നവർക്കാണ് അങ്ങനെ ഇത്ര ദിവസം കൊണ്ട് പോയി കാട് കയറുക. നമ്മൾ ചെയ്യുന്നത് മുഴുവൻ എക്കോ ടൂറിസം പ്രോഗ്രാംസ് ആണ്. അതായത് പബ്ലിക്കിന് സാധാരണ ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന അതേ പ്രോഗ്രാംസ് ബുക്ക് ചെയ്ത് ഗവൺമെന്റ് സഹായത്തോടെ അല്ലെങ്കിൽ ഈ വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ പോകാൻ പറ്റുന്ന പ്രോഗ്രാംസ് മാത്രമേ നമ്മൾ പോകാറുള്ളൂ. അതിനൊക്കെ ഫിക്സഡ് ആയിട്ട് ഒരു ദിവസമുണ്ട്. എക്കോ ടൂറിസം പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്യുന്നത് നിയന്ത്രിതമായിട്ടുള്ള ഒരു ടൂറിസമാണ്. അപ്പം ഇത്ര ദിവസം, ഒരു ദിവസത്തേക്ക് കാട്ടിൽ താമസിക്കാൻ ഇതാണ് ആ ഒരു സ്റ്റേയുടെ റേറ്റ്, കാര്യങ്ങൾ. നിങ്ങൾ ഇത്ര സമയത്ത് കയറി ഇത്ര സമയത്തിൽ ഇറങ്ങണം. അപ്പം നമ്മൾ എത്ര ദിവസത്തേക്കാണ്, നിങ്ങളിപ്പം 10 ദിവസത്തേക്ക് ബുക്ക് ചെയ്താൽ നിങ്ങൾ 10 ദിവസമേ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീണ്ടും ബുക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കൃത്യമായ പ്ലാൻ ഉണ്ടാവും. നമ്മൾ എത്ര ദിവസത്തേക്കാണ് ബുക്ക് ചെയ്യുന്നത് ആ സമയം പോയി ആ സമയത്ത് ഇറങ്ങാന്നുള്ളതാണ്. അപ്പം അല്ലാതെ നമുക്ക് തോന്നുന്ന സ്ഥലത്തൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല കാട്ടിൽ. അതിന് ഫിക്സഡ് ആയിട്ടുള്ള റൂട്ടുകളുണ്ട്, ഗൈഡുമാർ കൂടെ ഉണ്ടാവും. ഒറ്റയ്ക്ക് കാട് കയറുന്നത് ചിന്തിക്കുന്ന പിന്നെ എന്നാ പറയണ്ടേ, പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഇപ്പൊ ഗൈഡ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇത്രയും നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒറ്റക്ക് കാട് കയറി വന്നുകൂടെയും ചിന്തിക്കും. നമുക്ക് പോകാൻ പറ്റും, പക്ഷെ ഇല്ലീഗലാണ്. പക്ഷെ പോകാൻ പാടില്ല. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും അങ്ങനെ ചെയ്യില്ല. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വെറുതെ 2 വർഷം ജയിലിൽ പോയി കിടക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, ഒരു കാടുകളിലും അനധികൃതമായിട്ട് കയറാൻ പാടില്ല. ആരെയും നമ്മളത് പ്രോത്സാഹിപ്പിക്കത്തുമില്ല. നമ്മളും അതുകൊണ്ട് ചെയ്യുന്ന വീഡിയോസിലും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് പറയാറുണ്ട് ഇവിടെ എങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ പോകാനുള്ള വഴികൾ എല്ലാവർക്കും ഉണ്ട്. അത് ആ ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ വേണം അവിടെ കയറാൻ. പല പബ്ലിക്കിന് പലപ്പോഴും ഉള്ള ഡൗട്ടാണ്, ഇപ്പൊ ചോദിച്ച പോലെ തന്നെയുള്ള ഡൗട്ടാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ കുറെ കാലം കാടുകളിൽ കയറി നടന്ന് ഏതൊക്കെയോ മലകളൊക്കെ കയറിയാണ് ഫോട്ടോ എടുക്കുന്നതെന്ന്. പക്ഷെ പബ്ലിക്കായ ആർക്കും എടുക്കാൻ പറ്റാവുന്ന പോലത്തെ ഇക്കോ ടൂറിസം ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്ത് അങ്ങനെ ബുക്ക് ചെയ്ത് പോകുന്നതാണ്. ആർക്കും പോകാവുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ഏരിയകളൊന്നും ഇല്ല. കാട്ടിൽ പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സർവേ ഒക്കെ പോകുമ്പോഴാണ്. അപ്പം സർവേ ഒക്കെ ചെയ്യുന്ന ഇപ്പം ടൈഗർ സർവേ, അല്ലെങ്കിൽ ടൈഗർ സർവേക്ക് ഇപ്പോൾ ഒരുവിധം മുഴുവൻ ക്യാമറ വഴിയാണ്. അതല്ലാതെ ബട്ടർഫ്ലൈ, ബേർഡ്സ്, അങ്ങനെ കുറെ സർവേകളൊക്കെ വരും. അപ്പം ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരുമായിട്ട് കോൺടാക്ട് ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ NGOസിനെ അവർ ഇൻഫോം ചെയ്യും. അങ്ങനെ വരുന്നവർക്ക് ഇവരുടെ സഹായത്തോടു കൂടി തന്നെ പ്രത്യേകിച്ച് നിശ്ചിത റൂട്ട് അല്ലാതെ പോകാൻ പറ്റും. അത് മാത്രമുള്ള ഓപ്ഷൻസ്. ഇതൊന്നും പൊതുവെ ഞങ്ങൾ പോകാറില്ല, കാരണം ടൈം, കാര്യങ്ങൾ, പിന്നെ സർവേ. അതിന് നമ്മളൊരു പ്രത്യേക സ്പീഷീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പം ബട്ടർഫ്ലൈ ആണെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാരാണ് പൊതുവെ അത് ചെയ്യാറ്. നമുക്ക് ജനറിക്കലി നമുക്ക് കാടിനെ കുറിച്ചൊരു ധാരണയുണ്ടെങ്കിലും ഇൻഡിവിജ്വലി ഓരോ അതിനെക്കുറിച്ചും അത്ര ഡീപ്പ് പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് പൊതുവെ സർവേക്ക് പോകാറ്. വേണമെങ്കിൽ നമുക്ക് പോകാൻ ജോയിൻ ചെയ്യാം നമ്മുടെ ഏരിയയിൽ അങ്ങനെ. ഓക്കെ, ഇപ്പൊ ഒരു 10 ദിവസത്തെ ഒരു ട്രക്കിംഗ് ആണെന്ന് വെക്കുക, ഒരു പാക്കേജ് 10 ദിവസത്തെ ട്രക്കിംഗ് ആണെന്ന് ഇപ്പൊ പറഞ്ഞൊരു ഡേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വസ്ത്രം, താമസം, വെളിച്ചം, ഇതിലൊക്കെ ആളുകൾക്ക് എങ്ങനെ നിങ്ങൾ സർവൈവ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ട്. ഇപ്പം എങ്ങനെ ടെന്റ് കെട്ടി നമ്മളൊരു സമയത്തിനുള്ളിൽ മാത്രം കാട്ടിൽ സഞ്ചരിച്ച് ടെന്റിൽ താമസിക്കുക, അങ്ങനെയാണോ ശരിക്കും? എങ്ങനെ ഇതിന്റെ ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ തേക്കടിയിലുള്ള ഒരു ഇക്കോ ടൂറിസം പ്രോഗ്രാം എടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ടൈഗർ ട്രെയിൽ എന്ന് പറയുന്ന പ്രോഗ്രാം എടുക്കുകയാണ്. നമ്മൾ അവിടെ 2 night ആണ് നോർമലി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അതൊരു 4 night 5 night എടുക്കുകയാണെങ്കിൽ നമ്മൾ 5 ദിവസത്തേക്കുള്ള ഡ്രസ്സൊന്നും എടുക്കില്ല. നമ്മൾ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് അത് തന്നെ ഇട്ട് ഒക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും ലഗേജ് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ
വേറെ ലഗേജ് ഫുഡൊക്കെ ഇക്കോ ടൂറിസം ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ കാട്ടിൽ കയറുകയല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂറിസം ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കും. നോക്കും. അപ്പോ നമുക്ക് അങ്ങനെയുള്ള ടെൻഷനൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ചിലപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ട്രക്ക് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ രാവിലെ തന്നെ പോയി എന്തെങ്കിലും ചെറിയ വെള്ളമോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മൾ കയ്യിൽ കരുതും. നോർമലി ഞാൻ ട്രക്ക് ചെയ്യുമ്പോൾ ഈ സ്നിക്കേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൈ കരുതി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം തോന്നില്ല. അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം, അതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ബാഗിൽ കരുതിയിട്ട് നേരെ നടക്കും.